പതുക്കെ നടക്ക്. ഓ ശരി, ഞാൻ പതുക്കെ കിടക്കാം കേട്ടാ. അമ്മ, എനിക്കൊരു സംശയം. എന്താണ്? ചോദിക്ക്. കൊച്ചുകുട്ടികളുടെ ദേഹത്തിനെ പോലല്ലേ? ആ ആണ്, പക്ഷേ എല്ലാ കുട്ടികളും അങ്ങനെയാണോ എന്തോ? അങ്ങനെയാണ്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ആണ്. കൊച്ചുകുട്ടികളെ അടിക്കുന്നോണ്ടാണോ അമ്മയുടെ കൈ ഇങ്ങനെ ആയത്? കൊച്ചായ്മ ഉണ്ടായിരുന്നോട്ടോ, അല്ലെങ്കിൽ അപ്പുറം പോയിരുന്നു? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ഓ വെറുതെ അത് ഇത്തിരി കൂടുതലാണ്. ഈ ഊനായി പഴയതാ, പൊട്ടി ഇരുന്തോ. കൊച്ചേ മിണ്ടായിരുന്നോട്ടാ, ഞാൻ വെറുതെ സംശയം ചോദിച്ചതാണ്. ആ നിന്റെ ചേച്ചി ശിവാനിക്കായിരുന്നു സംശയം ചോദിക്കൽ കൂടുതൽ. അപ്പൊ അതിനേക്കാൾ കൂടുതലാണ് നിന്റെ സംശയം, കുറുമ്പത്തി. ആ അമ്മ, പച്ചക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അരി അടിച്ചു വെച്ചിട്ടുണ്ട്. തീർന്നില്ലേ? പാത്രം കഴിയില്ലേ അപ്പോ? അതമ്മ പറഞ്ഞില്ല. അടേ അതെങ്ങനെ പറയണത്? എങ്ങനെയാണ് അത്? കഴുകാനിട്ടപ്പോഴല്ലേ നിങ്ങളങ്ങോട്ട് വന്ന് എൻ്റെ കൈ നിങ്ങൾ ഓടിച്ച് ഈ പരുവത്തിലാക്കിയത്. ഈ കൈമ്പച്ചടിക്ക് ഇനി പോയി കഴുകാൻ പറ്റുമോ? ആ ഞാൻ കഴുകി വെച്ചോളാം. ആ അതും ഞാൻ തന്നെ ചെയ്യണ്ടേ? പിന്നെ ആര് ചെയ്യാനാ ഇവ? അമ്മ, ഇപ്പൊ അമ്മയുടെ വേദനയൊക്കെ കുറയുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ കുറയണില്ല, കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുക. അത് കൂടി ഇപ്പോൾ ഒട്ടും വയ്യ എനിക്ക്. കൈ ഇതേ നിർത്താൻ പോലും വയ്യ. രാത്രിക്ക് മുമ്പ് വേദന മാറിയാൽ മതിയായിരുന്നു. രാത്രി അച്ഛൻ വരുമല്ലോ. അമ്മ, ഓ എന്തായാലും ചേച്ചി കുഴിപ്പുളത്ത് പോയിക്കോല്ലേ, ആ നമുക്ക് ചേച്ചി നൈസായിട്ട് ഇതും പറഞ്ഞ് വിളിച്ചു വരുത്തിയാലാ? ശരിക്കും കാര്യം എന്താന്ന് പറയണ്ടേ? ഇവൻ പറഞ്ഞ പോലെ വല്ല മുറ്റത്ത് വീണെന്നൊക്കെ പറയാം. ചേച്ചി വന്നോളൂ. അല്ല, ആണ്ടില് കൊല്ലത്തിലാണ് ആ കൊച്ചു അങ്ങോട്ട് പോണത്. നീ ഇപ്പൊ വരുമ്പോൾ അതിനെ കൊണ്ട് വിളിച്ചു വരുത്തണ എന്തിനാ? ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ. ആ ഉണ്ടായിരുന്നെങ്കിൽ എന്തോന്ന്, അവള് കൈയൊട്ട് ചിരിച്ചേനെ, അല്ലാണ്ട് എന്ത്? അമ്മ എന്തോ അമ്മ അങ്ങനൊക്കെ പറയണേ? പിന്നെ എങ്ങനെയാ പറയണ്ടേ? വേണമെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരായിരുന്നു. ഓ അയ്യോ വേണ്ട, ആശുപത്രി പോകണ്ട, നമുക്ക് ആദ്യം തന്നെ പോയിട്ട് ഐസ്ക്രീം വാങ്ങിട്ട് വരാം. മതിയാ? മിണ്ടായിരുന്നു. അമ്മ, ആ അപ്പൊ ഇന്ന് മീൻകറി ഉണ്ടാക്കുന്നത് നടക്കൂലല്ലേ? എവിടെ എങ്ങനെ നടക്കാനാണ്? എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കണല്ലേ. ഈ കൈ വെച്ചെങ്കിൽ ഇപ്പോൾ ഞാൻ തേങ്ങ അരച്ച് മീൻകറി ഉണ്ടാക്കണോ? അത് കൊള്ളാലോ. എന്തായാലും ഇപ്പം ആദ്യം ശിവ പോയിട്ട് ആ പാത്രമൊക്കെ കഴുകി വെക്ക്. വൃത്തിയായിട്ട് കഴുകണം കേട്ടോ. സോപ്പൊന്നും അതിനകത്ത് ഇരിക്കരുത്. പിന്നെ ആ ചെറിയ ഉള്ളിയും പൊളിച്ച് വെച്ച് ആ വെളുത്തുള്ളിയും പൊളിച്ച് വെക്ക്. ചെല്ല്, പെട്ടെന്ന് വേണം. പാത്രവും കഴുകണം, ഇക്കണ്ട ജോലി മുഴുവൻ ഞാൻ ചെയ്യണം അമ്മ. ഇക്കണ്ട ജോലി ഇല്ലല്ലോ. ആ പാത്രവും കഴുകുക, ഉള്ളിയും പൊളിക്കുക, ചെറിയ ഉള്ളിയും കൂടെ പൊളിക്കുക. അതിനൊപ്പം ഞാനും കൂടെ നിന്നെ സഹായിക്കാം. പ്രശ്നം തീർന്നല്ലേ? ആ നീ അവളെ സഹായിക്കാൻ പോയാ എങ്ങനെയാടാ? നീ സഹായിക്കാൻ പോണം, അവളൊറ്റൊക്കെ ചെയ്തോളും. എന്തമ്മ അങ്ങനെ? അല്ല വേറൊന്നും അല്ല, അവിടെ പുറകിൽ കുറച്ച് തേങ്ങ കിടപ്പുണ്ടേ. അതൊന്ന് 2 തേങ്ങ എടുത്തിട്ട് പൊതിച്ചിട്ട് അത് രണ്ടും അങ്ങ് ചിരണ്ടി വെച്ചേക്ക്. ആ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബാക്കിലെ മുറ്റം തൂക്കാനിരുന്നതാ, ഫ്രണ്ടില്. പക്ഷെ അത് തൂക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും കൈ ഇങ്ങനെ ആയില്ലേ. ഇനിയിപ്പോൾ ഈ കൈ വെച്ച് വീണ്ടും അത് പോയി തൂക്കാൻ പറ്റുമോ? അപ്പോൾ അതും കൂടെ അങ്ങ് തൂത്തിട്ടേക്ക്. വൃത്തിയായിട്ട് തൂക്കണം കേട്ടോ തൂക്കുമ്പോൾ. ഓ ശരി അമ്മ, ചെയ്തോളാം. പറ്റുന്ന പോലെ ചെയ്താൽ മതി കേട്ടാ. ഓ ഇന്നിപ്പോൾ തുണി കഴുകണമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഇപ്പൊ പറഞ്ഞ ജോലിയൊക്കെ അവർ ചെയ്തിട്ട് ഇത് ചെയ്തോളൂ. എടാ നിന്നെക്കൊണ്ട് പറ്റും ഇതെല്ലാം കൂടി ചെയ്യാൻ? ഓ അമ്മ, ഉച്ചയ്ക്ക് ശേഷം ചെയ്തോളാം. അതെ, അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ചെയ്തോളാം. ബാ. ആ അമ്മയ്ക്ക് വേണ്ടി ആവണേ എങ്ങനെയാ? ഇത്രയും കാലം അമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നേ. ഇന്നിപ്പോൾ നിങ്ങൾ ചെയ്യണോണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ചെയ്യണ്, അത്രയല്ലേ ഉള്ളൂ. ആ ചെയ്തോ. ആ അയ്യോ അതിപ്പോൾ വേണ്ട, കുഴപ്പമില്ല. ഇനി എന്തമ്മ? അല്ല കുഴപ്പമില്ലെന്നേ, ഒരു ജോലിയും കൂടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യണ സ്ഥിതിക്ക് അത് ഇനിയിപ്പോൾ നിങ്ങളടുത്ത് എങ്ങനെയാ പറയണേ? എന്തായാലും ഇത്രയും ചെയ്യുന്നില്ലേ അമ്മ? പറ. അല്ല വേറൊന്നും അല്ല, ഞാൻ ഇന്ന് ആ പെരക്കകമൊക്കെ, അതായത് മുറിക്കകവും ആ ഹാളും വരാന്തയൊക്കെ ഒന്ന് തുടക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഇന്ന് തുടച്ചില്ല പിന്നെ അത് വീണ്ടും അങ്ങ് നീണ്ടു പോവും. ആ കുഴപ്പമില്ല, അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ചെയ്തോളാം. അല്ലമ്മ, നമ്മൾ തുടച്ചോളാം. എനിക്കൊരു കുഴപ്പമില്ല. ആ അപ്പോൾ തുടക്കുമ്പോൾ ഒന്ന് നല്ല വൃത്തിയായിട്ട് തുടക്കണേ. അരുകുമൂലമൊക്കെ ചേർത്തിട്ടെ. ശിവ ഒന്ന് സഹായിച്ചോളൂ, ഞാൻ കൂടെ നിൽക്കാം, പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് മതി, അമ്മ കൂടെ നിന്നാ മതി, ബാക്കി ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒപ്പിച്ചോളാം. ആ എന്നാൽ പിന്നെ പോയി ശരി. വേറെ ഒരു ജോലി കൂടി ഉണ്ടായിരുന്നു, അത് പോട്ടെ, കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ ഇനിയിപ്പോൾ ഓർത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം മറന്നു പോകണേ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഓർത്തോർത്ത് നിങ്ങളടുത്ത് പറയുമ്പോഴേ അതൊക്കെ ഓർത്താൽ മതി, ഒരു ധൃതിയില്ല. അല്ല അമ്മ, എന്തായാലും ഇതൊക്കെ ഒരു 5 മണിക്ക് മുമ്പ് എനിക്ക് തീർക്കണം. തീർത്തിട്ട് ജനസേവാ കേന്ദ്രം വരെ ഒന്ന് പോണമായിരുന്നു. നടക്കൂ? അയ്യോ അതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം കേട്ടോ. വേഗം പണി മുഴുവൻ ചെയ്ത് തീർക്കും. എന്തൊക്കെയാണ്? തേങ്ങ ഇടണം, പിന്നെ തേങ്ങ മറ്റേ മിറ്റം തൂക്കണം, തുണി കഴുകണം, പെരക്കകം തൂത്തു തുടക്കണം, അത്രയൊക്കെ ഉള്ളൂ. അത് നേരെ തേങ്ങ ചെലവ്, മുറ്റടിക്ക്. അപ്പത്തേക്ക് ഞാൻ മീൻകറിക്കുള്ള സാധനങ്ങൾ സെറ്റാക്കാം, പിന്നെ പാത്രം കഴുകി വെക്കാം. എന്തായാലും പെട്ടെന്നാവട്ടെ, എനിക്ക് പോണം. 5 മണിക്ക് മുമ്പ് പോണോ എനിക്ക്? നടന്ന പോലെ തന്നെ വാ. ഇതൊക്കെ ചെയ്യോ? എന്തോ ഇതൊക്കെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞത് കാണാലോ, ചെയ്യോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം.
കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. വല്ലാത്ത കഷ്ടം തന്നെ, നടുവരാൻ ഏർപ്പാടാണ് കേട്ടാ. അല്ല ഇതെല്ലാം കൂടി ഇന്ന് തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ വല്ലാത്ത കഷ്ടമാണ്. എന്ത് കഴിഞ്ഞ ചെയ്തോണ്ടിരിക്കണ്? ബാക്കിലത്തെ മൊത്തം തൂത്ത് കഴിഞ്ഞ്, ഈ ഫ്രണ്ടിലത്തെ കൂടെ ഉള്ളു. ആ വേഗം ചെയ്ത് തീർക്ക്. വേഗം ചെയ്ത് തീർക്കാനാ? ഞാൻ മെഷീനൊന്നും അല്ല കേട്ടാ. അതെ, നിന്നോട് അമ്മ പറഞ്ഞ പണി മൊത്തം നീ ചെയ്ത് തീർത്താ? ആ ഞാൻ മെഷീനൊന്നും അല്ല, പക്ഷെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങ പൊട്ടിച്ച് തിരികെ വെച്ചിട്ടുണ്ട്. പിന്നെ പുറകിലത്തെ തൂത്തിന് ഇവിടെയും കൂടെ തൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛന്റെ റൂമും അമ്മയുടെ റൂമും ക്ലീൻ ചെയ്യാം. അതൊക്കെ തന്നെയായിരുന്നു എന്റെ ഐഡിയയും. പക്ഷെ അമ്മ മീൻകറിക്കുള്ള അരപ്പരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ പറഞ്ഞു ഈ പണി പെട്ടെന്ന് നിർത്തും, അപ്പൊ തന്നെ അടുത്ത പണിയും തരാന്ന്. അതെ, തുണി അലക്കാനുണ്ട്. നീയും കൂടി കട്ടിക്കുന്നെങ്കിൽ ഒന്നും നടക്കാൻ പോകില്ല, വേഗം ആക്കടാ. അല്ലെങ്കിൽ തന്നെ ഞാൻ പകുതി ചത്ത്. അല്ല ഇത് ഇന്ന് തന്നെ ചെയ്യണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അമ്മക്ക് കൈ ശരിയായിട്ട് നാളെ വല്ലതും ചെയ്താൽ പോരെ? അമ്മക്ക് ഇപ്പൊ വർക്ക് ചെയ്തിട്ട് വൃത്തിയാക്കണം പറഞ്ഞ മോഹം കയറിയിട്ടുണ്ട്. ഇതെന്ത് കഷ്ടോടെ ഇത്. എല്ലാത്തിനും കാരണം നീയാണ്, നീ ഒറ്റൊരുത്തി. ചുമ്മാ ഞാൻ 2 നമ്പർ പറഞ്ഞെന്നു വെച്ചോണ്ട് ആ നേരെ അമ്മയെടുത്ത് എന്ന് പ്രയോഗിക്കൂ. ഞാനൊരു എക്സൈറ്റ്മെന്റിൽ ചെയ്ത് നോക്കിയതില്ല, ഞാൻ വിചാരിച്ചിരിക്കേണ്ട പ്രശ്നം കൂടെ ഉണ്ടാവുന്നു. എന്റെ എക്സൈറ്റ്മെന്റ് പൂ താണ്ട് അടുത്ത് പറഞ്ഞു. എന്ത് ഇവക്ക് എന്താ പറ്റിയത്? എന്താ പറ്റിയടേ? അമ്മേനെ അടിച്ചു. ആ അത് നിന്റെ മുഖം കണ്ടപ്പോഴേ തോന്നി. എന്തിനടിച്ചത്? എടാ അമ്മേ അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ, വിളിച്ചെന്ന് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ? എന്ത് കാണിച്ചേ നീ? ഞാൻ അടിച്ചു ഫോണെ ഒന്ന് പിടിച്ചെന്നേ ഉള്ളു, അപ്പ കിട്ടി അടി. എടാ അമ്മ അനങ്ങാണ്ട് കുറെ നേരമായിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുവാണല്ലോ, എന്തോ ഇത്? ആർക്കറിയാ? വയ്യാത്ത കൈ വെച്ചാ അടിച്ചത്. വയ്യാത്ത കൈ വെച്ചാ? അപ്പൊ വയ്യായിയൊക്കെ മാറിയാ? വേദന മാറിയെന്ന് തോന്നുന്നേ. പിന്നെ അമ്മ എന്തോ ഒറ്റരിപ്പിരിക്കണ, നമ്മളെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കണ? കിട്ടിയ അവസരത്തിൽ അമ്മ നമുക്ക് പണിയാരോട് ചോദിച്ചേ? ഏയ് അമ്മ അങ്ങനെയൊക്കെ ചെയ്യൂ? ചില സമയത്ത് അമ്മ അച്ഛനേക്കാൾ ഉടായിപ്പാണ്, ചെയ്യും. വാ എടാ വാട നോക്കാം. നിങ്ങൾ വാ, ഞാൻ ഒറ്റയ്ക്ക് ശരിയാവൂല. ഒറ്റയ്ക്കെന്നല്ല കൂട്ടമായിട്ടെന്നല്ല, എങ്ങനെ പോയാലും നല്ലൊരു പ്ലാനോടെ വേണം പോവാൻ, അല്ലെങ്കിൽ ശരിയാവൂല. കിടലൻ പ്ലാൻ ആയിരിക്കണം. പ്ലാൻ പൊളിയരുത്, പക്ഷെ അമ്മ പൊളിച്ചടക്കി കൈ കൊടുക്കണം, അങ്ങോട്ട് വരണം. പണി പാളയാ അറിഞ്ഞാൻ പൊറഞ്ഞാൻ നട കിട്ടും. അറിഞ്ഞാൻ പുറഞ്ഞാന്നാ ഇത് അച്ഛന്റെ ഡയലോഗ് അല്ലേ? ഇപ്പൊ മാഡത്തിന് ഇങ്ങനത്തെ ഡയലോഗൊക്കെ വായി വരത്തുള്ളൂ. അമ്മയാണെങ്കിൽ ഇവള് നമ്മളെ കണ്ടുപിടിച്ചിട്ട് വഷളായി പോവാന്നാ പറഞ്ഞോണ്ടിരിക്കണേ. ഈ അച്ഛന്റെ പദസമ്പത്തല്ലേ നമുക്ക് മൊത്തം കിട്ടിയേക്കണേ. അതൊക്കെ നമുക്ക് പിന്നെ പറയാം, അത് അമ്മയുടെ കാര്യം നോക്കാം. വാ. ശരിയാ പറവേ. വിത്ത് പ്ലാൻ അല്ലാതെ പോരുത്. വാ. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പ്ലാൻ ഉണ്ട്, പക്ഷെ 2 എണ്ണം കൂടെ നിന്നോണം. ഞാൻ നിന്നോളാം. രംഗവേഷമായ ഞാൻ കൊടുക്കളെ, അത് നമുക്കറിയാലോ, നീ ഇവിടെ ഡാൻസ് റാണിയല്ലേ. വാ വാ. അമ്മ എന്തേ? വേദന പറഞ്ഞ അമ്മ? ഓ നല്ല വേദന, ഭയങ്കര വേദനയുണ്ട്. ഓഷോ. നീ ആ തേങ്ങ അരച്ച് വെച്ചാ മീൻകറിക്ക്? ഞാൻ അരയ്ക്കാൻ പോവാ അമ്മ. അത് ഈ മഷിപ്പരുവ് ആക്കണോ അതോ? അല്ല മഷിപ്പരുവം വേണ്ട, ഞാൻ പറഞ്ഞില്ലേ മുക്കാപ്പരുവം മതിയെന്ന്. ആക്കാട്ടാ. എടാ ആ ഇലയൊക്കെ തൂത്തുവാരിയാ? മിറ്റം മൊത്തം തൂത്തുവാരിയാ? തൂത്തുവരമ്മ വൃത്തിക്ക് തൂത്താ? തൂത്ത്. എങ്ങനെയാ മറ്റേ തുണിയൊക്കെ വിരിച്ചാ? തുണി ഞാൻ അലക്കിയില്ലല്ലോ, ഉച്ച കഴിഞ്ഞ് അലക്കാന്നല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ തുടയ്ക്കാഞ്ഞെന്ത്? തുടയ്ക്കാമ ഇപ്പൊ തുടയ്ക്കാം. അമ്മക്ക് കൈവേനൊക്കെ കുറവുണ്ടോ അമ്മ? കൈവേന കുറവില്ല, ഒട്ടും കുറവില്ല. എന്തൊരു വേദനയാന്നറിയാമോ? ആണോ? സഹിക്കാൻ പറ്റണില്ല. ഇങ്ങനെ നിവർത്താൻ പോലും പറ്റണില്ല എനിക്ക്. അങ്ങനെ നിർത്താതിരുന്നാ പോരെ? അങ്ങനെ നിവർത്താതിരുന്നാ പോരെന്നാ? നീ നിവർത്തണോ എന്ത് ചെയ്യപ്പോ? അമ്മ ഇപ്പൊ എന്തായാലും നല്ല പ്രശ്നം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ അച്ഛനെ വിളിച്ചായിരുന്നു. എന്തിന്? അച്ഛനെ വിളിച്ചിട്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ അച്ഛൻ അപ്പൊ തന്നെ സൈറ്റിൽ നിന്ന് ഇറങ്ങി പുതിയ ഏതോ ഒരു തൈലവും മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അമ്മയുടെ കൈ ഇന്ന് തടവി ശരിയാക്കിയിട്ട് അച്ഛൻ അടങ്ങണത്തോളന്നാ പറഞ്ഞത്. കേശു, നിങ്ങൾ അച്ഛൻ കൈവച്ച് എന്റെ കൈക്ക് എന്തെങ്കിലും പറ്റാ ചവിട്ടി ഓടിക്കും നിന്റെ കാലിൽ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അടുക്കളട്ട് പോട്ടെ, ബാക്കി പണി തീർക്കണമല്ലോ. അതെ നിങ്ങൾ ഇന്ന് ചിരിക്കണത്? എന്താ ചിരിക്കണത്? അമ്മ നമ്മൾ അച്ഛനെ ഒന്നും വിളിച്ചില്ല, നമ്മള് ചുമ്മാ പറഞ്ഞല്ലേ. കൈവേദന മൊത്തം അടവായിരുന്നല്ലേ? അത് പിന്നെ ഈ ഓരോ കാര്യങ്ങൾ എനിക്കിടേണ്ടത് തരുമ്പോ ഞാൻ ഇങ്ങനെ ഓരോന്ന് അങ്ങനെ അങ്ങോട്ടൊക്കെ തിരിച്ചു തരേണ്ടി വരുമല്ലോ. നല്ല അഭിനയ. അടുക്ക എന്നെ സഹായിച്ചിട്ട് പോയാ മതി. പോയി ബാക്കി പണി തീർക്കണം. എല്ലാം കൂടി എന്റെ അടുത്ത് വന്നേക്കണം, അച്ഛനെ പറ്റിക്കണ പോലെ.